ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഗ്ഫിറുഹു അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. ഉമ്മയുടെ വിശ്വാസവും ഖുർആനിലെ പ്രപഞ്ചവും എന്ന വീഡിയോയിൽ ലിയാഖത്ത് അലി ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കുന്നു. ഈ വീഡിയോയിൽ ആ വാദങ്ങളെ ഒന്നൊന്നായി പരിശോധിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം അദ്ദേഹത്തിൻ്റെ വാദം നിങ്ങൾ കേൾക്കും. തുടർന്ന് ഖുർആൻ, യുക്തി, ചരിത്രം, ശാസ്ത്രീയ അറിവ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ അതിന് മറുപടി അവതരിപ്പിക്കും. ഈ വീഡിയോ തയ്യാറാക്കുമ്പോൾ എനിക്ക് അനുകൂലമായ ഭാഗങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് മറുപടി നൽകുകയല്ല ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വീഡിയോ മുഴുവൻ കേട്ടാണ് ഓരോ പ്രധാന വാദവും ക്രമമായി പരിശോധിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ഞാൻ പരാമർശിക്കാതെ പോയ ഏതെങ്കിലും പ്രധാന വാദമോ വിഷയമോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ദയവായി അത് കമൻറ്റിൽ അറിയിക്കുക. അത് പരിശോധിച്ച് ആവശ്യമെങ്കിൽ അടുത്ത ഭാഗത്തിൽ ഉൾപ്പെടുത്തി അതിന് മറുപടി നൽകുന്നതായിരിക്കും. എൻ്റെ ലക്ഷ്യം ഒരു വ്യക്തിയെ വിമർശിക്കലല്ല, മറിച്ച് വാദങ്ങളെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. കാര്യം ചോദിക്കട്ടെ, ഈ അള്ള ഇല്ലെങ്കിൽ ഈ ലോകം ഇങ്ങനെ നിയന്ത്രിക്കണത് ആരാണ്? എല്ലാവർക്കും ഒന്നിച്ച് മരിക്കാൻ പറ്റേ? അത് വേറെ ചോദ്യല്ലേ? അല്ല, ചോദ്യം തന്നെയാ. അതായത് ഈ ലോകമുണ്ട് എന്നതുകൊണ്ട് അള്ളാഹ് ഉണ്ടായിരിക്കണം എന്ന് നമ്മളുടെ ഒരു ചിന്തയല്ലേ? അതിന്റെ ഉത്തരം അതാ, ഈ ലോകം ഇങ്ങനെ ഉണ്ട് എന്നതുകൊണ്ട് അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട് എന്ന ഉത്തരം കിട്ടുന്നേ ഇല്ല. അങ്ങനെയല്ല, നമുക്ക് അള്ളാഹു എന്ന ഉത്തരം. അങ്ങനെയാണെങ്കിൽ ലോകം കാണുന്ന എല്ലാവരും അള്ളാഹു ഉണ്ട് എന്നൊരു ചിന്തയിലേക്ക് എത്തണമായിരുന്നു. ഇവിടെ ലിയാഖത്ത് അലിയുടെ വാദത്തിൽ ഉണ്ടാകുന്ന പ്രധാന ആശയക്കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം രണ്ട് വ്യത്യസ്ത ചോദ്യങ്ങളെ ഒന്നാക്കി മാറ്റുകയാണ്. ഒന്നാമത്തെ ചോദ്യം ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ടോ എന്നതാണ്. രണ്ടാമത്തെ ചോദ്യം ആ സൃഷ്ടാവിന്റെ പേര് അള്ളാഹു എന്നാണോ എന്നതാണ്. സഹോദരി ചോദിച്ചത് പ്രപഞ്ചത്തിന്റെ ക്രമത്തെക്കുറിച്ചും സൃഷ്ടാവിന്റെ അസ്തിത്വത്തെക്കുറിച്ചുമുള്ള ആദ്യത്തെ ചോദ്യമാണ്. എന്നാൽ ലിയാഖത്ത് അലി മറുപടി പറയുന്നത്, പ്രപഞ്ചം കണ്ടാൽ എല്ലാവരും അള്ളാഹു എന്ന പേര് പറയുന്നില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വിഷയത്തെ മാറ്റുകയാണ്. ഇത് മനസ്സിലാക്കാൻ ഒരു ലളിതമായ ഉദാഹരണം നോക്കാം. നമ്മൾ ആളൊഴിഞ്ഞ ഒരു കാട്ടിൽ വളരെ മനോഹരമായി നിർമ്മിച്ച ഒരു വീട് കാണുന്നു. അത് കണ്ടയുടൻ ആ വീടിനൊരു നിർമ്മാതാവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. എന്നാൽ ആ വീട് മാത്രം നോക്കി നിർമ്മാതാവിന്റെ പേര് രാജൻ എന്നാണോ ജോസഫ് എന്നാണോ എന്ന് പറയാൻ കഴിയില്ല. അതിന് രേഖകളോ ഉടമസ്ഥന്റെ തെളിവോ വേണം. അപ്പോൾ നിർമ്മാതാവിന്റെ പേര് അറിയില്ല എന്നത് കൊണ്ട് ആ വീടിന് നിർമ്മാതാവേ ഇല്ല എന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇസ്ലാമിക ദർശനം അനുസരിച്ച് കാര്യങ്ങൾ രണ്ട് ഘട്ടങ്ങളായാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ ഘട്ടം യുക്തിയുടെ ഘട്ടമാണ്. പ്രപഞ്ചത്തിലെ വസ്തുക്കളെല്ലാം ആശ്രിതമാണ്. അവക്ക് സ്വയം നിലനിൽപ്പില്ല. ആശ്രിതമായ കാര്യങ്ങൾ അനന്തമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിനാൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച മറ്റൊന്നിനെയും ആശ്രയിക്കാത്ത ഒരു അനിവാര്യ സത്ത ഉണ്ടായിരിക്കണം എന്ന് യുക്തിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. ഖുർആൻ പറയുന്നു, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർദ് ബൽ ലാ യുഖിനൂൻ. അവർ ഏതൊരു സൃഷ്ടാവുമില്ലാതെ സ്വയം ഉണ്ടായതാണോ അതോ അവർ തന്നെയാണോ സൃഷ്ടാക്കൾ? ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നും ഉണ്ടാകില്ല എന്നത് കൊണ്ട് ഒരു സൃഷ്ടാവിലേക്ക് യുക്തി നമ്മെ എത്തിക്കുന്നു. രണ്ടാമത്തെ ഘട്ടം ദിവ്യ സന്ദേശത്തിന്റെ വഹിന്റെ ഘട്ടമാണ്. അങ്ങനെ ഒരു സൃഷ്ടാവ് ഉണ്ട് യുക്തി വഴി മനസ്സിലാക്കിയ ശേഷം ആ സൃഷ്ടാവ് ആരാണ്, അവന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയാൻ പ്രവാചകത്വവും വേദഗ്രന്ഥവും ആവശ്യമായി വരുന്നു. ഖുർആനിലൂടെ ആ സൃഷ്ടാവിനെ തന്നെ പരിചയപ്പെടുത്തുന്നു. അള്ളാഹു പറയുന്നു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അവനല്ലാതെ ആരാധനയ്ക്ക് അർഹനായ മറ്റാരുമില്ല. അവൻ ജീവിച്ചിരിക്കുന്നവനും എല്ലാറ്റിനെയും നിലനിർത്തുന്നവനുമാണ് എന്നാണ്.
ഞാൻ പറയുന്നത് ഇപ്പൊ ഈ ഈ പ്രപഞ്ചമൊക്കെ ഉണ്ടാക്കിയത് ഹിന്ദുമതത്തിലൊരു സങ്കല്പമുണ്ട്. എന്താ പറയാ, ഈ പ്രപഞ്ചം തന്നെയാണ് ശക്തി, പ്രപഞ്ചം തന്നെയാണ് ദൈവം. ഇനി മറ്റു മതക്കാർ വ്യത്യസ്ത ദൈവങ്ങളെ കുറിച്ച് പറയുന്നു എന്നതോ ലോകത്ത് ഭൂരിഭാഗം ആളുകൾ ഇത് വിശ്വസിക്കുന്നില്ല എന്നതോ സൃഷ്ടാവില്ല എന്നതിന് തെളിവല്ല. ഒരു ഗണിത ചോദ്യത്തിന് കുട്ടി വ്യത്യസ്തമായ തെറ്റായ ഉത്തരങ്ങൾ പറഞ്ഞാൽ അതുകൊണ്ട് ശരിയായ ഉത്തരം ഇല്ലാതാകുന്നില്ലല്ലോ. അതുകൊണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രപഞ്ചം അതിന്റെ ക്രമത്തിലൂടെ ആദ്യം തെളിയിക്കുന്നത് ഒരു സൃഷ്ടാവിന്റെ അസ്തിത്വമാണ്, അല്ലാതെ പേരോ വ്യക്തിത്വമോ അല്ല. നിർമ്മാതാവിന്റെ പേര് അറിയില്ല എന്നത് നിർമ്മാതാവില്ല എന്നതിന് തെളിവില്ലാത്തതുപോലെ പ്രപഞ്ചം മാത്രം കണ്ടാൽ അള്ളാഹു എന്ന പേര് മനസ്സിലാകുന്നില്ല എന്നത് സൃഷ്ടാവില്ല എന്നതിനും തെളിവല്ല. ദൈവം അല്ലേ? അതല്ലാന്ന് ഇപ്പൊ നമ്മൾ എങ്ങനെ സ്ഥാപിക്കും? ഒരാൾ തച്ചിനിരുന്ന് പണിതതാണ്. അതായത് ദൈവവും ഈ കാണുന്ന പ്രപഞ്ചവും രണ്ടല്ല, ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നതാണ് അള്ളാഹു. നമ്മൾ പറയും അള്ളാഹു. ചില ആളുകൾ ഉന്നയിക്കുന്ന ഒരു വാദമുണ്ട്, പ്രപഞ്ചത്തിന് പുറത്തൊരു ദൈവമില്ല, ഈ കാണുന്ന പ്രപഞ്ചവും പ്രകൃതി നിയമങ്ങളും തന്നെയാണ് ദൈവം. കേൾക്കുമ്പോൾ വളരെ ഗാംഭീര്യം തോന്നുന്ന ഒരു ദാർശനിക വാദമാണിത്. പക്ഷെ ശുദ്ധമായ യുക്തിയുടെയും ശാസ്ത്രത്തിന്റെയും വെളിച്ചത്തിൽ പരിശോധിച്ചാൽ ഇതിലെ പൊള്ളത്തരം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. ഇത് മനസ്സിലാക്കാൻ വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾ ഒരാളോട് ചോദിക്കുകയാണ് ഈ മൊബൈൽ ഫോൺ ഉണ്ടാക്കിയത് ആരാണ് എന്ന്. അയാൾ മറുപടി പറയുന്നത് ഈ ഫോൺ തന്നെയാണ് ഇതിന്റെ നിർമ്മാതാവ്, ഇതിന്റെ ബോഡിയും സർക്യൂട്ടും ബാറ്ററിയും ഒക്കെ ചേർന്നതാണ് ഈ നിർമ്മാതാവ്. ഇത് കേട്ടാൽ നമ്മൾ എന്താ ചിന്തിക്കുക? ഇതൊരു അസംബന്ധമാണ്. ഫോണിന് നിർമ്മാതാവ് എന്ന് പേരിട്ടത് കൊണ്ട് ഫോൺ സ്വയം ഉണ്ടായതാകുന്നില്ല. ഫോണിന് അതല്ലാത്ത പുറത്തുള്ള ഒരു ഡിസൈനർ വേണം. അതുപോലെ തന്നെയാണ് പ്രപഞ്ചത്തെ സൃഷ്ടാവായി കാണുന്നതും. പ്രപഞ്ചം നിലനിൽക്കുന്നു എന്ന് പറയുന്നതിന് പകരം അതിനെ ദൈവം എന്ന് വിളിക്കുന്നത് കേവലം ഒരു പേരുമാറ്റം മാത്രമാണ്. ഒരു മനോഹരമായ പെയിന്റിംഗ് ഒരിക്കലും ചിത്രകാരനാകാത്തതുപോലെ ഈ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചം ഒരിക്കലും സൃഷ്ടാവാകില്ല. പ്രപഞ്ചം തന്നെയാണ് ദൈവം എന്ന് പറയുന്ന പാന്തീയസത്തിന്, അതായത് സർവേശ്വരവാദം എന്തുകൊണ്ടാണ് യുക്തിപരമായി നിലനിൽക്കാത്തത്? അതിന് ശാസ്ത്രീയവും ദാർശനികവുമായ 5 പ്രധാന കാരണങ്ങളുണ്ട്. 1, ദൈവത്തിന് മാറ്റങ്ങൾ സംഭവിക്കുമോ? പ്രപഞ്ചം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കാണുന്ന പ്രപഞ്ചം നിശ്ചലമല്ല. നക്ഷത്രങ്ങൾ ജനിക്കുകയും നശിക്കുകയും ചെയ്യുന്നു. ഗാലക്സികൾ കൂട്ടിയിടിക്കുന്നു. ജീവികൾ മരിക്കുന്നു. പ്രപഞ്ചം നിരന്തരം അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് യുക്തിയുടെ ചോദ്യം വരുന്നത്. മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണോ ദൈവം? ദൈവം ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ ആ മാറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ച മറ്റൊരു ശക്തി വേണം. മാറുന്ന ഏത് വസ്തുവിനും മാറ്റത്തിന് ഒരു കാരണം ആവശ്യമാണ്. സ്വന്തമായി മാറുന്ന നശിക്കുന്ന ഒന്ന് ഒരിക്കലും മാറ്റമില്ലാത്ത പരിപൂർണനായ സൃഷ്ടാവാകില്ല. 2, അതായത് പ്രപഞ്ചം ആശ്രിതമാണ്. പ്രപഞ്ചത്തിലെ സകല കാര്യങ്ങളും മറ്റൊന്നിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഭൂമി സൂര്യനെ ആശ്രയിക്കുന്നു, സൂര്യൻ ഭൗതിക നിയമങ്ങളെ ആശ്രയിക്കുന്നു, മനുഷ്യൻ ഓക്സിജനെയും ഭക്ഷണത്തെയും ആശ്രയിക്കുന്നു. ഇങ്ങനെ ആശ്രിതമായ കോടിക്കണക്കിന് വസ്തുക്കൾ ചേർന്നതാണ് പ്രപഞ്ചം. സ്വയം നിലനിൽപ്പില്ലാത്ത വസ്തുക്കൾ ഒരുമിച്ച് ചേർന്നാൽ അതിന് സ്വയം നിലനിൽപ്പ് കിട്ടില്ല. ലളിതമായൊരു ഉദാഹരണം, 100 കടക്കാരെ അല്ലെങ്കിൽ ദരിദ്രരെ ഒരു മുറിയിൽ ഒരുമിച്ച് നിർത്തിയാൽ ആ കൂട്ടത്തിൽ നിന്ന് ഒരു കോടീശ്വരൻ ഉണ്ടാകുമോ? ഇല്ല. ഇതുപോലെ ആശ്രിതമായ ഭൗതിക വസ്തുക്കൾ എത്ര ചേർന്നാലും അത് സ്വയം നിലനിൽക്കുന്ന ദൈവമാകില്ല. 3, ഭാഗങ്ങൾക്കുള്ള സ്വഭാവം മുഴുവൻ സമുച്ചയത്തിനും നിർബന്ധമല്ല. ചിലർ കരുതും പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളുടെയും ആകെത്തുകയാണ് ദൈവം എന്ന്. ഇത് യുക്തിപരമായ ഒരു കമ്പോസിഷൻ ഫാലസിയാണ്.
ലളിതമായൊരു ഉദാഹരണം, വീടുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഓരോ ഇഷ്ടികയും വളരെ ചെറുതാണ്. അതുകൊണ്ട് ആ വീടും വളരെ ചെറുതാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലേ? അതുപോലെ പ്രപഞ്ചത്തിലെ ഓരോ ഘടകവും ദൈവമല്ല, സ്വയം നിലനിൽപ്പില്ലാത്തവയുമാണ്. അപ്പോൾ അത് മൊത്തമായി ചേർന്നാലും ദൈവമാകില്ല. 4, പ്രപഞ്ചം ഇല്ലാതെയും ഇരിക്കാമായിരുന്നു. ഒരു കാര്യം ദൈവമാകണമെങ്കിൽ അത് അനിവാര്യ സത്ത ആയിരിക്കണം, അഥവാ അത് ഇല്ലാതെ ഇരിക്കാൻ സാധ്യമേ ആകരുത്. എന്നാൽ ഭൗതിക ശാസ്ത്രം പറയുന്നത് ഈ പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ട്, അഥവാ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുൻപ് ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഒരു കാര്യം ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് ദൈവമല്ല, കാരണം അത് ഉണ്ടാകാനും ഇല്ലാതിരിക്കാനും സാധ്യമായ ഒന്നാണ്. അത്തരം ഒന്നിനെ നിലനിൽക്കാൻ പുറത്തു നിന്നുള്ള ഒരു സൃഷ്ടാവ് നിർബന്ധമായും വേണം. 5, പ്രപഞ്ച നിയമങ്ങൾ സ്വയം തീരുമാനിച്ചതാണോ? ശാസ്ത്രം പറയുന്നത് പ്രപഞ്ചത്തിലെ ചില കൃത്യമായ സ്ഥിരാങ്കങ്ങളുണ്ട്. ഉദാഹരണത്തിന് പ്രകാശത്തിന്റെ വേഗത, ഗുരുത്വാകർഷണ ബലം, ഇലക്ട്രോണിന്റെ ഭാരം തുടങ്ങിയവ. ഇതിൽ ചെറിയൊരു വ്യത്യാസം വന്നാൽ പോലും നക്ഷത്രങ്ങളോ ജീവനോ ഉണ്ടാകില്ല. ഇവിടെ ചോദ്യം ഇതാണ്, ഈ കൃത്യമായ നിയമങ്ങൾ പ്രപഞ്ചം തന്നെ സ്വയം തീരുമാനിച്ചതാണോ? അല്ല. അറിവോ ബോധമോ ഇല്ലാത്ത ഭൗതിക പദാർത്ഥങ്ങൾക്ക് ഇത്രയും കൃത്യമായ ഭൗതിക നിയമങ്ങൾ സ്വയം തിരഞ്ഞെടുക്കാൻ കഴിയില്ല. അതിനർത്ഥം ഈ നിയമങ്ങൾ നിശ്ചയിച്ച പ്രപഞ്ചത്തിന് പുറത്തുള്ള അറിവുള്ള ഒരു സൃഷ്ടാവുണ്ട് എന്നതാണ്. അതുകൊണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ, ജനിക്കുകയും നശിക്കുകയും ചെയ്യുന്ന ഭൗതിക നിയമങ്ങളെ ആശ്രയിക്കുന്ന ബോധപൂർവം തീരുമാനമെടുക്കാൻ കഴിയാത്ത ഈ പ്രപഞ്ചം ഒരിക്കലും ദൈവമല്ല. പ്രപഞ്ചം സൃഷ്ടാവിൻ്റെ സൃഷ്ടിയാണ്, അല്ലാതെ പ്രപഞ്ചം തന്നെ സൃഷ്ടാവല്ല. പ്രപഞ്ചമോ അതിലെ വസ്തുക്കളോ അല്ല ദൈവം എന്നതിന് ഖുർആൻ നൽകുന്ന ഏറ്റവും മനോഹരമായ യുക്തി ഇബ്രാഹിം നബിയുടെ അലൈഹിസ്സലാത്തു വസ്സലാം ചരിത്രത്തിലൂടെയാണ് കാണിച്ചു തരുന്നത്. പ്രപഞ്ചത്തിലെ അതിശയിപ്പിക്കുന്ന പ്രതിഭാസങ്ങളായ നക്ഷത്രത്തെയും ചന്ദ്രനെയും സൂര്യനെയും ദൈവമായി തെറ്റിദ്ധരിച്ച സമൂഹത്തോട് അദ്ദേഹം സംവദിക്കുന്നത് ഖുർആൻ വരച്ചു കാണിക്കുന്നുണ്ട്. അവ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചു, അസ്തമിച്ചു പോകുന്നവരെ എനിക്കിഷ്ടമില്ല. തീർച്ചയായും ഞാൻ എൻ്റെ മുഖം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവനിലേക്ക് തിരിച്ചിരിക്കുന്നു. അതായത് ഉദിക്കുകയും അസ്തമിക്കുകയും മാറ്റങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യുന്ന പ്രകൃതിയല്ല ദൈവം, ആ പ്രകൃതിയെ നിയന്ത്രിക്കുന്നവനാണ് ദൈവം. ഈ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്ക് വരാം. ഈ പ്രപഞ്ചം ശാശ്വതമാണോ? ഖുർആനും ആധുനിക കോസ്മോളജിയും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നാം കാണുന്ന ഈ പ്രപഞ്ചം എന്നേക്കുമായി ഇതേ രൂപത്തിൽ നിലനിൽക്കുന്നതല്ല. ശാസ്ത്രം എന്താണ് പറയുന്നത്? പ്രപഞ്ചത്തിന്റെ അവസാനത്തെക്കുറിച്ച് ശാസ്ത്രത്തിന് ഇന്ന് പ്രധാനമായും 3 നിഗമനങ്ങളാണുള്ളത്. പ്രപഞ്ചം വികസിച്ച് നക്ഷത്രങ്ങൾ കത്തിത്തീർന്ന് തണുത്തുറയുന്ന ഹീറ്റ് ഡെത്ത്. രണ്ടാമത്തത് പ്രപഞ്ചം വീണ്ടും ചുരുങ്ങി ഇല്ലാതാകുന്ന ബിഗ് ക്രഞ്ച്. മൂന്നാമത്തത് അതിവേഗമുള്ള വികാസത്താൽ സകലതും ചിതറിപ്പോകുന്ന ബിഗ് റിപ്പ്. ഇതിൽ ഭൗതിക ശാസ്ത്രം ഇന്ന് കൂടുതൽ പിന്തുണ നൽകുന്നത് ഹീറ്റ് ഡെത്തിനാണ്. ഖുർആൻ എന്താണ് പറയുന്നത്? ഖുർആൻ ഒരു ശാസ്ത്ര പുസ്തകമല്ല, അതിനാൽ അത് ഭൗതിക ശാസ്ത്രത്തിന്റെ മോഡലുകൾ അവതരിപ്പിക്കുന്നില്ല. മറിച്ച് ഈ പ്രപഞ്ചം ശാശ്വതമല്ലെന്നും അള്ളാഹു ഒരു ദിവസം നിലവിലെ പ്രപഞ്ചക്രമം അവസാനിപ്പിച്ച് പുതിയ സൃഷ്ടി നടത്തുമെന്നും ഖുർആൻ വളരെ ഗാംഭീര്യത്തോടെ വിവരിക്കുന്നു. യൗമ നത്വിസ് സമാഅ കതയ്യി സിജില്ലി ലിൽ കുതുബ് കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദുഹു. രേഖകൾ ചുരുട്ടുന്നത് പോലെ നാം ആകാശത്തെ ചുരുട്ടിക്കളയുന്ന ദിവസം, ആദ്യമായി സൃഷ്ടിച്ചതുപോലെ നാം അതിനെ വീണ്ടും സൃഷ്ടിക്കും. അത് നമ്മുടെ വാഗ്ദാനമാണ്, തീർച്ചയായും നാം അത് നടപ്പാക്കും. വസ്സമാവാതു മത്വിയാതും ബിയമീനി. ആകാശങ്ങൾ അവന്റെ വലത് കൈയിൽ ചുരുട്ടപ്പെട്ടവയായിരിക്കും. ഇദശംസു കുവ്വിറത്ത്. സൂര്യൻ ചുരുട്ടപ്പെടുമ്പോൾ യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത്ത്.
ഭൂമി മറ്റൊരു ഭൂമിയായും ആകാശങ്ങൾ മറ്റൊന്നായും മാറ്റപ്പെടുന്ന ദിവസം. നമ്മൾ ഖുർആൻ ആധുനിക സയൻസിന്റെ ഹീറ്റ് ഡെത്ത് തിയറി പ്രവചിച്ചു എന്ന് അവകാശപ്പെടുന്നില്ല. കാരണം ശാസ്ത്രം പ്രപഞ്ചത്തിന്റെ അവസാനം ഭൗതികമായി എങ്ങനെയാകുമെന്ന് പഠിപ്പിക്കുമ്പോൾ ഖുർആൻ അതിന്റെ നിയന്താവ് ആരാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവ രണ്ടും അതിൻ്റെതായ പരിധികളിൽ നിന്നുകൊണ്ട് ഒരേ സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ പ്രപഞ്ചം ശാശ്വതമല്ല. അതുകൊണ്ട് പ്രപഞ്ചം എന്നത് ദൈവത്തിന്റെ അസ്തിത്വവും കഴിവും വിളിച്ചറിയിക്കുന്ന അതിമനോഹരമായ ഒരു കലാസൃഷ്ടി മാത്രമാണ്. പ്ലേറ്റോ ഒരിക്കലും പാചകക്കാരനാകാത്തതുപോലെ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചം ഒരിക്കലും സൃഷ്ടാവായ ദൈവമാകില്ല. പ്രപഞ്ചത്തിന്റെ ആശ്രിതത്വവും മാറ്റങ്ങളും അതിനൊടുവിലുള്ള അന്ത്യവും തെളിയിക്കുന്നത് അതിനൊക്കെ അപ്പുറത്ത് മാറ്റമില്ലാത്ത ബോധമുള്ള മറ്റൊന്നിനെയും ആശ്രയിക്കാത്ത ഒരു സൃഷ്ടാവ് ഉണ്ടെന്ന് തന്നെയാണ്. അള്ളാഹു ഉണ്ട് എന്നുള്ള ചിന്ത നമ്മൾ ചെറിയ പ്രായം തൊട്ട് മദ്രസയിലൊക്കെ പറഞ്ഞയച്ച് വീട്ടിലുള്ള ഉമ്മയും വാപ്പയും വല്യമ്മയും വല്യപ്പയും ഇളയപ്പയും അമ്മായി എല്ലാരും കൂടെയാണ് നമ്മളെ ഉള്ളിലുള്ള ഈ അള്ളാനെ ഉണ്ടാക്കിയെടുക്കുന്നത്. മനസ്സിലായോ? എന്നിട്ട് അവര് വെച്ച് തരുന്ന ചോദ്യമാണിത്. ഒരാൾക്കൊരു ആശയം മാതാപിതാക്കളിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ പുസ്തകങ്ങളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ സോഷ്യൽ മീഡിയയിലൂടെയോ ലഭിച്ചിരിക്കാം. അത് ആ ആശയത്തിന്റെ ഉത്ഭവം മാത്രമാണ് വ്യക്തമാക്കുന്നത്, സത്യാവസ്ഥ അല്ല. അതുകൊണ്ട് ഈ വിശ്വാസം മാതാപിതാക്കളിൽ നിന്നാണ് ലഭിച്ചത്, അതിനാൽ അത് തെറ്റാണ് എന്ന നിഗമനത്തിലേക്ക് പോവുകയാണെങ്കിൽ തത്വചിന്തയിൽ അതിനെ ജനറ്റിക് ഫാലസി എന്ന യുക്തിപ്പിശകായാണ് കണക്കാക്കുന്നത്. കാരണം ഒരു ആശയത്തിന്റെ ഉത്ഭവം അതിൻ്റെ സത്യാവസ്ഥയെ സ്വയം നിർണയിക്കുന്നില്ല. ഇതൊരു ലളിതമായ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഒരു കുട്ടിയെ അവൻ്റെ മാതാപിതാക്കളാണ് 2+2=4 എന്ന് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് അവനത് വിശ്വസിക്കുന്നത്. എന്നാൽ അതുകൊണ്ട് 2+2=4 എന്ന ഗണിത സത്യം തെറ്റാകുന്നില്ല. കാരണം അത് ആരാണ് പഠിപ്പിച്ചത് എന്നതല്ല പ്രധാനപ്പെട്ടത്, അത് സത്യമാണോ എന്നതാണ് പ്രധാനപ്പെട്ടത്. ഇതേ മാനദണ്ഡം എല്ലാ ആശയങ്ങൾക്കും ഒരുപോലെ ബാധകമാണ്. ഉദാഹരണത്തിന്, ഒരാൾ നാസ്തികനായത് കുടുംബം, സുഹൃത്തുക്കള്, പുസ്തകങ്ങൾ, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വ്യക്തിപരമായ അനുഭവങ്ങൾ എന്നിവയുടെ സ്വാധീനത്തിലൂടെയാകാം. അതുകൊണ്ട് മാത്രം നാസ്തിക ശരിയോ തെറ്റോ ആകുന്നില്ല. അതുപോലെ ദൈവവിശ്വാസം മാതാപിതാക്കളിലൂടെ ലഭിച്ചത് കൊണ്ട് മാത്രം അത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് യഥാർത്ഥ ചോദ്യം ഈ വിശ്വാസം എവിടെ നിന്ന് ലഭിച്ചു എന്നതല്ല, ഈ വിശ്വാസം സത്യമാണോ, അതിന് മതിയായ തെളിവുകളുണ്ടോ എന്നതാണ്. ഒരു മുസ്ലിം എന്ന നിലയിൽ എൻ്റെ മറുപടി വളരെ വ്യക്തമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ആദ്യ അറിവ് എനിക്ക് മാതാപിതാക്കളിൽ നിന്നായിരിക്കാം ലഭിച്ചത്. എന്നാൽ ആ വിശ്വാസം സത്യമാണോ എന്നത് ഞാൻ കുടുംബ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ ആശ്രിത സ്വഭാവം, യുക്തിപരമായ വാദങ്ങൾ, പ്രവാചകത്വത്തിന്റെ ചരിത്രപരമായ തെളിവുകൾ, ഖുർആന്റെ സന്ദേശം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സ്വതന്ത്രമായി പരിശോധിക്കാവുന്നതാണ്. ഇവിടെ മറ്റൊരു പ്രധാന കാര്യം കൂടി പറയേണ്ടത്, ഇസ്ലാം ഒരിക്കലും മാതാപിതാക്കൾ പറഞ്ഞത് കൊണ്ട് മാത്രം വിശ്വസിക്കൂ എന്ന് പഠിപ്പിക്കുന്നില്ല. മറിച്ച് അന്ധമായ പാരമ്പര്യാനുകരണത്തെ ഖുർആൻ തന്നെ വ്യക്തമായി വിമർശിക്കുന്നു. വഇദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹു ഖാലൂ ബൽ നത്തബിഉ മാ അൽഫൈനാ അലൈഹി ആബാഅനാ അവലൗ കാന ആബാഉഹും ലാ യഅഖിലൂൻ ഷൈഅൻ വലാ യഹ്തദൂൻ. അള്ളാഹു അവതരിപ്പിച്ചതിനെ പിന്തുടരുക എന്ന് അവരോട് പറയപ്പെട്ടാൽ ഞങ്ങളുടെ പിതാക്കന്മാരെ ഏത് നിലയിൽ കണ്ടുവോ അതിനെ പിന്തുടരുകയാണ് ഞങ്ങൾ എന്ന് അവർ പറയും. അവരുടെ പിതാക്കന്മാർ ഒന്നും മനസ്സിലാകാത്തവരും സന്മാർഗം പ്രാപിക്കാത്തവരുമായിരുന്നാലും തന്നെയോ. അതുകൊണ്ട് ഖുർആന്റെ നിലപാട് വളരെ വ്യക്തമാണ്. വിശ്വാസം പാരമ്പര്യമായി ലഭിച്ചിരിക്കാം, എന്നാൽ പാരമ്പര്യം മാത്രം അതിൻ്റെ തെളിവല്ല. മനുഷ്യൻ ചിന്തിക്കണം, നിരീക്ഷിക്കണം, തെളിവുകൾ പരിശോധിക്കണം. അതുകൊണ്ട് തന്നെ ഖുർആൻ പല സ്ഥലങ്ങളിലും മനുഷ്യരെ ആകാശഭൂമികളെ നിരീക്ഷിക്കാനും ചിന്തിക്കാനും ആഹ്വാനം ചെയ്യുന്നു.
ചുരുക്കത്തിൽ എനിക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ആദ്യ അറിവ് മാതാപിതാക്കളിൽ നിന്നാണ് ലഭിച്ചത്. എന്നാൽ അതിൽ നിന്ന് അള്ളാഹു ഇല്ല എന്ന നിഗമനം ഒരിക്കലും വരുന്നില്ല. ഒരു വിശ്വാസത്തിന്റെ ഉത്ഭവവും അതിൻ്റെ സത്യാവസ്ഥയും രണ്ടാണ്. അതിനാൽ ദൈവവിശ്വാസമോ നാസ്തികതയോ ഏതായാലും അവരുടെ ശരിതെറ്റുകൾ തീരുമാനിക്കേണ്ടത് അവ എവിടെ നിന്ന് ലഭിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല, യുക്തിയുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ്. ഖുർആനും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അന്ധമായ പാരമ്പര്യാനുകരണത്തെ അല്ല, മറിച്ച് ചിന്തയുടെയും തെളിവിന്റെയും അടിസ്ഥാനത്തിലുള്ള വിശ്വാസത്തെയാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല. നമ്മളാരും ഇപ്പൊ വിവരമുള്ള ആൾക്കാരൊന്നുമല്ല. ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി. നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ചുറ്റുമുള്ള പ്രതിഭാസങ്ങൾ, പ്രപഞ്ചത്തെ കുറിച്ച് നമുക്ക് അന്വേഷിക്കാം, പഠിക്കാൻ ശ്രമിക്കാം. ഈ വാദത്തോട് ഒരു മുസ്ലിമിന് യാതൊരു എതിർപ്പുമില്ല. പ്രപഞ്ചം എങ്ങനെ രൂപപ്പെട്ടു, എങ്ങനെ വികസിച്ചു, നക്ഷത്രങ്ങളും ഗാലക്സികളും എങ്ങനെ രൂപപ്പെട്ടു, ഗ്രഹങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ അന്വേഷിക്കുന്നത് ശാസ്ത്രത്തിന്റെ ജോലിയാണ്. യഥാർത്ഥത്തിൽ ഖുർആൻ തന്നെ മനുഷ്യരെ പ്രപഞ്ചത്തെ നിരീക്ഷിക്കാനും ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്നു. അള്ളാഹു പറയുന്നു, ഉലിൻളുറു മാദാ ഫിസ് സമാവാതി വൽ അർള്, പറയുക ആകാശങ്ങളിലും ഭൂമിയിലും എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾ നിരീക്ഷിക്കൂ. അതുകൊണ്ട് ശാസ്ത്രീയ അന്വേഷണത്തെ ഇസ്ലാം എതിർക്കുന്നില്ല, മറിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഒരു പ്രധാന വ്യത്യാസം മനസ്സിലാക്കണം. ശാസ്ത്രം പ്രധാനമായും പ്രകൃതിയിലെ പ്രവർത്തന രീതികളെയാണ് പഠിക്കുന്നത്. അതായത് ഒരു സംഭവം എങ്ങനെ നടക്കുന്നു എന്ന ചോദ്യത്തിനാണ് ശാസ്ത്രം ഉത്തരം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശാസ്ത്രം ഒരു സൃഷ്ടാവിനെ നിഷേധിക്കുകയും ചെയ്യുന്നില്ല, തെളിയിക്കുകയും ചെയ്യുന്നില്ല. കാരണം അത് ശാസ്ത്രത്തിന്റെ അന്വേഷണ പരിധിക്ക് പുറത്തുള്ള ഒരു ദാർശനിക ചോദ്യമാണ്. ഉദാഹരണത്തിന്, മഴ എങ്ങനെ രൂപപ്പെടുന്നു എന്ന് ശാസ്ത്രം വിശദീകരിക്കുന്നു. ജലബാഷ്പം ഉയരുന്നതും മേഘങ്ങൾ രൂപപ്പെടുന്നതും തണുത്ത് മഴയായി പെയ്യുന്നതുമെല്ലാം ശാസ്ത്രം വിവരിക്കും. എന്നാൽ അതുകൊണ്ട് സൃഷ്ടാവില്ല എന്ന നിഗമനം വരില്ല. കാരണം ശാസ്ത്രം മഴയുടെ പ്രവർത്തന രീതിയാണ് വിശദീകരിക്കുന്നത്, അതിൻ്റെ ആത്യന്തിക കാരണമല്ല. അതുപോലെ ഒരു കാറിന്റെ എഞ്ചിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് ആ കാറിന് ഒരു നിർമ്മാതാവില്ലെന്ന് തെളിയിക്കുന്നില്ല. ഇത് ഒരു ഉപമ മാത്രമാണ്. ഒരു സംവിധാനത്തിന്റെ പ്രവർത്തന രീതി മനസ്സിലാക്കുന്നത് അതിന് പിന്നിൽ ഒരു കാരണമോ നിർമ്മാതാവോ ഇല്ലെന്ന് സ്വയം തെളിയിക്കില്ല. ഇവിടെയാണ് രണ്ട് വ്യത്യസ്ത ചോദ്യങ്ങളെ വേർതിരിക്കേണ്ടത്. പ്രപഞ്ചം എങ്ങനെ വികസിച്ചു? ഇത് ശാസ്ത്രത്തിന്റെ ചോദ്യമാണ്. പ്രപഞ്ചം എന്തുകൊണ്ട് നിലവിലുണ്ട്? അല്ലെങ്കിൽ ഒന്നുമില്ലായ്മക്ക് പകരം എന്തുകൊണ്ടാണ് എന്തെങ്കിലും നിലവിലുള്ളത്? ഇത് ദാർശനികവും മെറ്റാഫിസിക്കൽ ആയ ചോദ്യമാണ്. ഇവിടെ ഖുർആനിന്റെ പരാമർശം സൂറത്ത് അസാരിയാത്തിലെ 47-ാമത്തെ വചനത്തിലാണ് പ്രപഞ്ച വികാസത്തെ കുറിച്ചുള്ള ഈ പരാമർശമുള്ളത്. വസ്സമാഅ ബനൈനാഹ ബിഐദിൻ വ ഇന്നാ ലമൂസിഊൻ, ആകാശത്തെ, അതായത് പ്രപഞ്ചത്തെ നാം നമ്മുടെ ശക്തി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു, തീർച്ചയായും നാം അതിനെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നവനുമാകുന്നു. ഈ വചനത്തെ ആധുനിക ശാസ്ത്രവുമായി ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ചില പ്രധാന കാര്യങ്ങൾ താഴെ പറയുന്നവയാണ്. ശാസ്ത്രത്തിന്റെ കണ്ടെത്തല് 1920-കൾ വരെ ശാസ്ത്രലോകം വിശ്വസിച്ചിരുന്നത് പ്രപഞ്ചം സ്ഥിരമായി നിൽക്കുന്ന ഒന്നാണ്. എന്നാൽ 1929 എഡ്വിൻ ഹബിൾ എന്ന ശാസ്ത്രജ്ഞനാണ് നക്ഷത്ര സമൂഹങ്ങൾ പരസ്പരം അകന്നുകൊണ്ടിരിക്കുകയാണെന്നും പ്രപഞ്ചം നിരന്തരം വികസിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ടെലിസ്കോപ്പിലൂടെ കണ്ടെത്തിയത്. ഖുർആനിലെ പദപ്രയോഗം ഈ ആയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ലമൂസിഊൻ എന്ന അറബി പദത്തിന്റെ അർത്ഥം വികസിപ്പിക്കുന്നവൻ, വിശാലമാക്കുന്നവൻ എന്നാണ്. ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് പ്രപഞ്ചം ഒരു പ്രത്യേക ഘട്ടത്തിൽ വികസിച്ചു നിന്നതല്ല, മറിച്ച് അതിന്റെ വികാസം തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് ഈ പദം വ്യക്തമാക്കുന്നു.
ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഖുർആൻ ഒരു സയൻസ് ടെക്സ്റ്റ് ബുക്ക് അല്ല എന്നതാണ്. ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുകയല്ല ഖുർആന്റെ ലക്ഷ്യം, മറിച്ച് പ്രപഞ്ചത്തിലെ ഇത്തരം അത്ഭുതങ്ങളിലേക്കും ക്രമീകരണങ്ങളിലേക്കും മനുഷ്യന്റെ ശ്രദ്ധ തിരിക്കുകയും അതിലൂടെ അപാരമായ കഴിവുള്ള ഒരു സൃഷ്ടാവുണ്ട് അള്ളാഹു എന്ന് അവനെ ബോധ്യപ്പെടുത്തുകയുമാണ് ഖുർആൻ ചെയ്യുന്നത്. പ്രപഞ്ചത്തിന്റെ വികാസത്തെക്കുറിച്ചുള്ള ഈ വചനം അത്തരത്തിലുള്ള ശക്തമായൊരു ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് ശാസ്ത്രം പ്രപഞ്ചത്തിന്റെ പ്രവർത്തന രീതി കണ്ടെത്തുന്നു എന്നത് സൃഷ്ടാവില്ല എന്നതിന്റെ തെളിവാകുന്നില്ല. അതുപോലെ ഒരു മുസ്ലിം ശാസ്ത്രീയ വിശദീകരണങ്ങളെ അംഗീകരിക്കുന്നു എന്നതുകൊണ്ട് സൃഷ്ടാവിനെ നിഷേധിക്കേണ്ടതുമില്ല. ചുരുക്കത്തിൽ ശാസ്ത്രം പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന ചോദ്യത്തിനാണ് ഉത്തരം അന്വേഷിക്കുന്നത്. പ്രപഞ്ചം എന്തുകൊണ്ട് നിലവിലുണ്ട് എന്ന ആത്യന്തിക ചോദ്യത്തിന് അല്ല. അതിനാൽ ശാസ്ത്രീയ വിശദീകരണങ്ങൾ സൃഷ്ടാവിന് പകരമല്ല. അവ പ്രകൃതിയിലെ പ്രവർത്തന രീതികളെ വിശദീകരിക്കുന്നവയാണ്. ഖുർആൻ മനുഷ്യരെ ഈ പ്രപഞ്ചത്തെ നിരീക്ഷിക്കാനും ചിന്തിക്കാനും ക്ഷണിക്കുന്നു. എന്നാൽ പ്രപഞ്ചത്തിന്റെ അന്തിമ കാരണം അള്ളാഹുവാണെന്നും പഠിപ്പിക്കുന്നു. നമ്മൾ അള്ളാഹു എന്ന് പേരിട്ട് വിളിക്കുകയും ആ അള്ളാഹു മനുഷ്യർക്ക് ഈ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടി മലക്കനെ പറഞ്ഞയച്ചിട്ട് കിതാബ് ഇറക്കി കൊടുത്തുവെന്നും ആ കിതാബിൽ പറയപ്പെടുന്ന ആളാണ് അള്ളാഹു എന്നൊക്കെ വിശ്വസിക്കണമെങ്കിൽ ഈ കിതാബ് ഇറക്കി കൊണ്ടുവന്ന് കൊടുത്ത ആൾക്ക് ഭൂമി സൂര്യനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പോലും മനസ്സിലായിട്ടില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയില് ഇതിന് മറുപടി പറയാം. ഇപ്പോഴേ 25 മിനിറ്റായി.